ഓ മനസ്സിലായില്ലേ? ഇ ഡി ഒരു പേടിയില്ല, ഇ ഡി പേടിയില്ലെന്ന്. ഇന്ത്യ ആരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ, ഇവിടെ ഇ ഡി പേടിയില്ല. അതായിക്കോട്ടെ, കാണട്ടെ. എന്തിന്റെ പേരില് ഈ ബി ജെ പിക്കാർക്ക് മനസ്സിലാവാത്തത്, ഇ ഡിക്ക് ഇങ്ങനെയുള്ള അനിയന്ത്രിതമായിട്ട് അധികാരം മണി ലോണ്ടറിങ് കേസിലേ ഉള്ളൂ, അഴിമതിയിലേ ഉള്ളൂ. അവർ 2 വർഷം തപ്പിയിട്ട് അഴിമതിയോ മണി ലോണ്ടറിങ്ങിൻ്റെയോ ഒരു തെളിവും കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് ഫെമ കേസാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇവിടെ മനസ്സിലിരിപ്പ് പോലെ പൊക്കിയെടുത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ കോടതിയൊക്കെ ഉണ്ട്. എന്നുള്ളത് അവിടുത്തെ ഒഫീഷ്യൽസ് പറഞ്ഞതായിട്ട് ഇ ഡി, അവിടുത്തെ ഒഫീഷ്യൽസ് പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. ഒന്നുകിൽ ഇവരുടെ രീതിയുണ്ടല്ലോ, ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കമ്പ്യൂട്ടറിൽ രേഖ കയറ്റിയവരാ, എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു കൂട്ടരാ. അതുകൊണ്ട് കോടതിയിൽ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുള്ളതേ, ആ അഫിഡവിറ്റ് ഒഫീഷ്യൽസ് നൽകിയത് കോടതി തന്നെ നേരിട്ട് പരിശോധിക്കണമെന്നുള്ളതാണ്. പണവിനിയോഗം ആർക്ക് ഏത് വായ്പയിൽ നിന്ന് എന്തെടുത്ത് കൊടുക്കണമെന്നുള്ളത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തീരുമാനിക്കുന്ന കാര്യമല്ല. അതവിടെ റൂട്ടീനായിട്ട് ഉദ്യോഗസ്ഥരെ വെച്ചിരിക്കുന്നത് അവർ ചെയ്യുന്നത്. അതിലൊന്നൊരു തെറ്റൂലെന്ന് കിഫ്ബി ഒഫീഷ്യൽസ് കോടതിയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ എന്തിനൊക്കെയാണ് കിഫ്ബിയുടെ പണം വിനിയോഗിച്ചെന്ന് ഞാൻ പോസ്റ്റ് ഇടാമെന്ന്. അത് കൃത്യമായിട്ട് അറിയാം. അതിനൊന്നും ഞാനൊരു തെറ്റുമില്ല. അതുകൊണ്ട് കോടതി പരിശോധിക്കട്ടെ, ഇ ഡി പറഞ്ഞതാണോ ശരി, അല്ലെങ്കിൽ ഒഫീഷ്യൽസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എഴുതി ചേർത്തതാണോ, ഇത് തന്നെ ഒരു പരിശോധനാ വിഷയമാണ്. ഉറപ്പ് ജയിക്കും. അയ്യോ, വേറെയുണ്ട്. 2 മന്ത്രിമാര് മാത്രമല്ല, ഇപ്പോൾ 2 മന്ത്രിമാരുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കറുണ്ട്, MLA മാരുണ്ട്.